അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരാളുടെ കുറ്റം നിങ്ങൾ കണ്ടിരിക്കുന്നു, അവരോട് പറഞ്ഞില്ല എങ്കിൽ അവർക്കതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കില്ല എങ്കിൽ ആ സമയത്ത് അത് പറയാതെ പിന്നെ സ്നേഹത്തോടെ നല്ലൊരു മുഹൂർത്തം കിട്ടുന്ന സമയത്ത് നോക്കി ഇങ്ങനൊരു കാര്യം കൂടെ ചേർക്കുകയാണെങ്കിൽ നിനക്കത് ഏറ്റവും നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊരു തിരുത്ത് പറഞ്ഞു കൊടുത്തോളൂ. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്. ഒരാൾക്കും അവരുടെ തിരുത്ത് ഇഷ്ടമല്ല. നമ്മൾ ഇന്ന കാര്യം തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയുമ്പോൾ അവർ വിഷമിക്കാൻ നിൽക്കുകയുള്ളൂ. ദുഃഖം കൊടുത്തതിൻ്റെ കണക്ക് വേണ്ടല്ലോ. മറിച്ച് വേറൊരു സന്ദർഭത്തിൽ അതിനൊന്ന് മോൾഡ് ചെയ്ത് പറയുമ്പോൾ ഒരു പക്ഷേ അനിഷ്ടം വരുമായിരിക്കാം, എന്നാലും അതിന് ഡെപ്ത് കുറയും. തത്സമയം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് സുഖം കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഏതൊരു നിമിഷം നിങ്ങൾക്ക് കിട്ടുന്നോ അവിടെ എല്ലാവർക്കും നിങ്ങൾ സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് ഒരു വാക്കുകൊണ്ടോ ഒരു കർമ്മം കൊണ്ടോ ഒരു സേവനം കൊണ്ടോ ഏതൊക്കെ രീതികളിൽ സന്തോഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ സന്തോഷം കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ കൊടുക്കുക എന്ന് വിചാരിക്കരുത്, അത് നമ്മൾ എടുക്കുകയാണ്. ഒരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് സമാധാനമാണ് കിട്ടുക, സന്തോഷമാണ് കിട്ടുക. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദുഃഖം കൊടുക്കാതിരിക്കുക, വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അവനവനെ ശപിക്കാതിരിക്കുക, മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക, നമുക്ക് സുഖം കൊടുക്കുക, മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുക, സുഖദായിയായി ജീവിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് തൻ്റെ ജീവിതത്തിൻ്റെ ഇതെൻ്റെ വ്രതമാണ് എന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെത്താൻ പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങിയും ജീവിതത്തിലെ പുണ്യത്തിൻ്റെ കണക്കുണരും തോറും സൗഭാഗ്യം വളരെ വേഗത്തിൽ നമ്മളിലേക്ക് വരികയും ചെയ്യും. ഒരാൾ നല്ല കർമ്മത്തിൻ്റെ പാതയിൽ പോകാമെന്ന് വെച്ചാൽ അർത്ഥം അവർ ഈശ്വരനായിട്ട് അടുക്കുക എന്നാണ് അർത്ഥം. സ്വയം നമ്മളെ അറിയുമ്പോൾ, ഈശ്വരനെ അറിയുമ്പോൾ, നമ്മളും ഭഗവാനും തമ്മിൽ അഭേദ്യമായിട്ടൊരു ബന്ധം വരുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം തന്നെത്താൻ വരാൻ തുടങ്ങും. ഈശ്വരൻ്റെ അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ വണ്ടർഫുള്ളായിട്ടൊരു മാനിഫെസ്റ്റേഷനാണ് ഇന്ന് സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ കാര്യം, ഈ മാജിക്കലായിരിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാണ്. ഇപ്പോൾ ആ സമൃദ്ധി എന്നിൽ പ്രകടമാകുന്നു. ഇതാണ് ആ വാചകം. ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാൽ സ്വരൂപമാകുന്നു. ഇപ്പോൾ ആ സമൃദ്ധി എന്നിൽ പ്രകടമാകുന്നു. വാചകം ഇതാണ്. ഇത് ചെയ്യാറുള്ളതായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഇത് രാവിലെയും വൈകുന്നേരവും 2 നേരവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പക്ഷേ ഏതൊരു കാര്യവും ഒരു സങ്കല്പം, ഒരു തോട്ട് നമ്മളിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും നമുക്ക് ഫിസിക്കൽ ചെയ്യാൻ കൂടി ഉണ്ടെങ്കിൽ അതിന് കുറേയും കൂടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള 2 കാര്യം അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ, സൂക്ഷ്മമായിട്ട് മനസ്സും ശരീരവും ഒന്നിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഊർജ്ജത്തിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും.